SSC, RRB, NTPC എക്സാമുകളുടെ മാത്സിന്റെ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള മൂന്നാമത്തെ ക്ലാസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ നമ്പർ സിസ്റ്റമാണ്. കഴിഞ്ഞ വീഡിയോയിൽ യൂണിറ്റ് ഡിജിറ്റിനെ കുറിച്ച് പഠിച്ചിരുന്നു. ഇനി നമുക്ക് അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാനുള്ളത്. ഇനി നമുക്കത് ചെയ്യാം. അപ്പൊ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the unit digit in the product 7 raised to 71 into 6 raised to 63 into 3 raised to 65 is option A 1, option B 2, option C 3, option D 4. MTS-ന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അവർ ചോദിച്ചിരിക്കുന്നത് 7 raised to 71 into 6 raised to 63 into 3 raised to 65. ഇതിന്റെ പ്രോഡക്റ്റിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മളിത് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. 7 യൂണിറ്റ് ഡിജിറ്റ് ആയ ഒരു നമ്പറിന്റെ പവർ 4ന്റെ മൾട്ടിപ്പിൾ ആണോ, ഇനി അത് അങ്ങനെ അല്ലെങ്കിൽ 4ന്റെ മൾട്ടിപ്പിളിനേക്കാൾ എത്ര കൂടുതലാണ് എന്ന് പറയാൻ പറ്റി കഴിഞ്ഞാൽ ആ നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടുത്തെ 7ന്റെ പവർ 71 ആണ്. 71 ഒരു ഓഡ് നമ്പറാണ്. സോ ഇതൊരിക്കലും 4ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ ഇത് 4ന്റെ മൾട്ടിപ്പിളിനേക്കാൾ എത്ര കൂടുതലാണ്? 7-ാത്ത് 4 ഒരു തവണ, ബാക്കി 31, 7 4 28, റിമൈൻഡർ 3. 4ന്റെ ഒരു മൾട്ടിപ്പിളിനേക്കാൾ 3 കൂടുതലാണ് 71 എന്ന് വെച്ചാൽ 7 raised to 71 എന്ന് പറയുന്നത് 4n plus 3 ഫോമിലാണ് കിടക്കുന്നത്. 7 യൂണിറ്റ് ഡിജിറ്റ് ആയ നമ്പറിന്റെ പവർ 4n plus 3 ഫോമിലാണെങ്കിൽ കിട്ടുന്ന ഉത്തരത്തിന്റെ യൂണിറ്റ് ഡിജിറ്റ് 3 ആയിരിക്കും. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. ഓക്കെ, 6ന്റെ കേസിൽ 6ന് എന്ത് പവർ കൊടുത്താലും കിട്ടുന്ന ഉത്തരത്തിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താ? 6 തന്നെയാണ്. ഓക്കെ, 3യുടെ കേസിലും 3 യൂണിറ്റ് ഡിജിറ്റ് ആയ ഒരു നമ്പറിന്റെ പവർ 4ന്റെ മൾട്ടിപ്പിൾ ആണോ, ഇനി അത് അങ്ങനെ അല്ലെങ്കിൽ 4ന്റെ മൾട്ടിപ്പിളിനേക്കാൾ എത്ര കൂടുതലാണ് എന്ന് പറയാൻ പറ്റി കഴിഞ്ഞാൽ ആ നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ 3യുടെ പവർ 65 ആണ്. 65 ഒരു ഓഡ് നമ്പറാണ്. സോ ഇതൊരിക്കലും 4ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ ഇത് 4ന്റെ മൾട്ടിപ്പിളിനേക്കാൾ എത്ര കൂടുതലാണ്? 6-ാത്ത് 4 ഒരു തവണ, പിന്നെ 25, 6 4 24, റിമൈൻഡർ 1. 4ന്റെ മൾട്ടിപ്പിളിനേക്കാൾ 1 കൂടുതലാണ് 65 എന്ന് വെച്ചാൽ 3 raised to 65 എന്ന് പറയുന്ന നമ്പർ 4n plus 1 ഫോമിലാണ് കിടക്കുന്നത്. 3 യൂണിറ്റ് ഡിജിറ്റ് ആയ നമ്പറിന്റെ പവർ 4n plus 1 ഫോമിലാണെങ്കിൽ കിട്ടുന്ന ഉത്തരത്തിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താ? 3. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. അപ്പോൾ ഈ നമ്പേഴ്സിന്റെ എല്ലാം പ്രോഡക്റ്റിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കുമോ അത് തന്നെയാണ് ഇതിന്റെയും യൂണിറ്റ് ഡിജിറ്റ്. നോക്കാം. 6 3 18, യൂണിറ്റ് ഡിജിറ്റ് 8, 8 3 24, യൂണിറ്റ് ഡിജിറ്റ് 4. സോ ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റും 4 തന്നെയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 2. The remainder when 3 raised to 21 is divided by 5 is option A 1, option B 2, option C 3, option D 4. ഇത് CGL-ന്റെ tier 1-ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അവർ ചോദിച്ചിരിക്കുന്നതാണ് 3 raised to 21 divided by 5. ഇതിന്റെ റിമൈൻഡർ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഒരു നമ്പറിനെ 5 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആ നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റ് ഒന്നുകിൽ 0 വരണം, അതല്ലെങ്കിൽ 5 വരണം. ഓക്കെ, ഇവിടെ 3 raised to 21-നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 യൂണിറ്റ് ഡിജിറ്റ് ആയ നമ്പറിന്റെ പവർ 4ന്റെ മൾട്ടിപ്പിളിനേക്കാൾ 1 കൂടുതലാണ്. അതായത് 21 എന്ന് പറയുന്നത് 4n plus 1 ഫോമിലാണ് കിടക്കുന്നത്. 24ന്റെ ഒരു മൾട്ടിപ്പിളാണ്, പക്ഷെ 21 4ന്റെ മൾട്ടിപ്പിളിനേക്കാൾ 1 കൂടുതലാണ്. 3 യൂണിറ്റ് ഡിജിറ്റ് ആയ നമ്പറിന്റെ പവർ 4n plus 1 ഫോമിലാണെങ്കിൽ കിട്ടുന്ന ഉത്തരത്തിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 3 തന്നെ ആയിരിക്കും. ഓക്കെ, നോക്കൂ, 5 കൊണ്ടൊരു നമ്പറിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആ നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റ് ഒന്നുകിൽ 0 വരണം, അതല്ലെങ്കിൽ 5 വരണം. 3 0-ക്കും 5-നും ഇടയ്ക്ക് കിടക്കുന്ന ഒരു നമ്പറാണ്. എന്ന് വെച്ചാൽ 5ന്റെ ഒരു മൾട്ടിപ്പിളിനേക്കാൾ 3 കൂടുതലായിരിക്കും ഈ നമ്പർ. അപ്പൊ റിമൈൻഡർ എന്താണ്? 3 ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 3. In a 2-digit number, the digit at the units place is 1 less than twice the digit at the tens place. If the digits at the units and the tens place are interchanged, the difference between the new and the original number is less than the original number by 20. The original number is option A 59, option B 23, option C 35, option D 47. CHSL-ന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അവർ പറയുന്നത് ഒരു 2 ഡിജിറ്റ് നമ്പർ ഉണ്ട്. ആ നമ്പർ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. സോ ഞാൻ അസ്യൂം ചെയ്യുവാണ് എന്റെ നമ്പർ 10x
പ്ലസ് വൈ ആണ്. ഞാൻ എന്തുകൊണ്ട് 10x പ്ലസ് വൈ എന്ന് എഴുതി? കാരണം ഇതൊരു 2 ഡിജിറ്റ് നമ്പറാണ്. സോ ഇതിന് വൺസിന്റെ പ്ലേസും ടെൻസിന്റെ പ്ലേസേ കാണത്തുള്ളൂ. അതുകൊണ്ട് എന്റെ നമ്പർ 10x പ്ലസ് വൈ ആണ്. ഇനി ഇവർ പറയുന്നത് യൂണിറ്റ് പ്ലേസിൽ കിടക്കുന്ന നമ്പർ ടെൻസിന്റെ പ്ലേസിൽ കിടക്കുന്ന ഡിജിറ്റിന്റെ ഇരട്ടിയേക്കാൾ 1 കുറവാണ് എന്ന് പറയുന്നുണ്ട്. അതായത് y എന്ന് പറയുന്നത് 2x-നേക്കാൾ 1 കുറവാണ്. ഇതാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ y-യെ 2x മൈനസ് y വെച്ച് റീപ്ലേസ് ചെയ്തുകൂടെ? ചെയ്യാം. ഞാനത് ചെയ്യുവാണ്. എന്റെ നമ്പർ 10x പ്ലസ് 2x മൈനസ് 1 ആണ്. അതായത് 12x മൈനസ് 1. ഇതാണ് എന്റെ നമ്പർ. ഓക്കെ. ഇനി ഇവരെന്താ പറയുന്നത്? ഇഫ് ദ ഡിജിറ്റ്സ് അറ്റ് യൂണിറ്റ്സ് ആൻഡ് ടെൻസ് പ്ലേസ് ആർ ഇന്റർചേഞ്ച്ഡ്, the difference between the new and the original number is less than the original number by 20. അതായത് ഈ യൂണിറ്റ് പ്ലേസിൽ കിടക്കുന്ന ഡിജിറ്റും ടെൻസിന്റെ പ്ലേസിൽ കിടക്കുന്ന ഡിജിറ്റും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാം. 10 into 2x minus 1 plus x is equal to 20x minus 10 plus x. 21x മൈനസ് 10. ഇപ്പൊ ഇന്റർചേഞ്ച് ചെയ്തപ്പോ എനിക്ക് ഇങ്ങനെ കിട്ടി. അവരെന്താ പറയുന്നത്? ഇങ്ങനെ ഇന്റർചേഞ്ച് ചെയ്തപ്പോ കിട്ടിയ പുതിയ നമ്പറും ഒറിജിനൽ നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് ഒറിജിനൽ നമ്പറിനേക്കാൾ 20 കുറവാണ് എന്നാണ് പറയുന്നത്. അതായത് 21x മൈനസ് 10 മൈനസിന് ശേഷം ബ്രാക്കറ്റിലെ അടുത്തത് എഴുതാവുള്ളൂ, അല്ലെങ്കിൽ തെറ്റിപ്പോകും. 12x minus 1 is equal to 12x minus 1 minus 20. ഇതാണ് അവർ പറയുന്നത്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം കിട്ടി. നോക്കാം. 21x മൈനസ് 10 കോമൺ സൈൻ മൈനസ് ആണ്, ബ്രാക്കറ്റിനകത്ത് പ്ലസ് 12x ആണ്. മൈനസും പ്ലസും മൈനസ് 12x. കോമൺ സൈൻ മൈനസ് ആണ്, ബ്രാക്കറ്റിനകത്ത് മൈനസ് 1 ആണ്. മൈനസും മൈനസും പ്ലസ് 1 is equal to 12x മൈനസ് 1 മൈനസ് 20. മൈനസും മൈനസും പ്ലസ്, എന്നിട്ട് വലുതിന് സൈൻ കൊടുക്കുക, മൈനസ് 21. ഓക്കെ. എന്ത് കിട്ടും? 9x മൈനസ് 9 is equal to 12x മൈനസ് 21. ഒരേപോലെ ഉള്ളതിനെ അടുപ്പിച്ചിടാം. 12x മൈനസ് 9x 21 മൈനസ് 9. അതായത് 3x is equal to 12. എക്സിന്റെ വാല്യൂ എന്ത് കിട്ടി? 4 എന്ന് കിട്ടി. എക്സിന്റെ വാല്യൂ 4 എന്ന് കിട്ടി. ഈ 4 ഇതിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടി. 12 4 48. 48ഉം മൈനസ് 1 47. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4. By interchanging the digits of a 2-digit number, we get a number which is 4 times the original number minus 24. If the units digit of the original number exceeds its 10th digit by 7, then the original number is option A 29, option B 36, option C 58, option D 18. CGL-ന്റെ tier 2-ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവർ പറയുന്നത് ഒരു 2 ഡിജിറ്റ് നമ്പർ ഉണ്ട്. ആ നമ്പർ എന്താണെന്ന് എനിക്ക് അറിയില്ല. സോ ഞാൻ അസ്യൂം ചെയ്യുവാണ് എന്റെ നമ്പർ 10x പ്ലസ് y ആണ്. ഓക്കെ. ഇനി ഈ ക്വസ്റ്റ്യന്റെ സെക്കൻഡ് സെന്റൻസിൽ അവരൊരു കാര്യം പറയുന്നത്, ഒറിജിനൽ നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് അതിന്റെ ടെൻസിന്റെ പ്ലേസിൽ വരുന്ന ഡിജിറ്റിനേക്കാൾ 7 കൂടുതലാണ്. എന്ന് വെച്ചാൽ y എന്ന് പറയുന്നത് എക്സിനേക്കാൾ 7 കൂടുതലാണ് എന്നവർ പറയുന്നതാണ്. അപ്പൊ എനിക്ക് ഈ വൈക്ക് പകരം x+7 എന്ന് എഴുതിക്കൂടെ? എഴുതാം. ഞാനത് എഴുതുവാണ്. എന്റെ നമ്പർ 10x പ്ലസ് x+7 ആണ്. അതായത് 11x പ്ലസ് 7 ആണ് എന്റെ നമ്പർ. ഓക്കെ. ഇനി അവർ പറയുന്നത് എന്താ? ബൈ ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ് ഓഫ് എ 2 ഡിജിറ്റ് നമ്പർ വി ഗെറ്റ് എ നമ്പർ വിച്ച് ഇസ് 4 ടൈംസ് ഒറിജിനൽ നമ്പർ മൈനസ് 24. ഓക്കെ.
ഒറിജിനൽ നമ്പറിന്റെ ഡിജിറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്യാം 10 into x plus 7 plus x. ഇങ്ങനെ ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഒറിജിനൽ നമ്പറിന്റെ 4 ഇരട്ടിയേക്കാൾ 24 കുറവായ ഒരു നമ്പറാണ്. അതായത് 4 into 11x plus 7 minus 24. ഇതാണ് അവർ പറയുന്നത്. ഇത് അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ നമ്പർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടി. 10x plus 70 plus x is equal to 44x plus 28 minus 24. Okay. 10x plus x, 11x plus 70 is equal to 44x plus 4 എന്ന് കിട്ടി. ഒരേപോലുള്ളതിനെ അടുപ്പിച്ചിടാം. 33x is equal to 66. ഇപ്പൊ എക്സിന്റെ വാല്യൂ എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. ഈ 2 ഇതിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒറിജിനൽ നമ്പർ കിട്ടും. 11 into 2 22 plus 7 29. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Question number 5. There is a number consisting of 2 digits. The digit in the unit place is twice that in the tens place, and if 2 is subtracted from the sum of the digits, the difference is equal to 1/6 of the number. The number is option A 26, option B 25, option C 24, option D 23. CGL tier 2 വെച്ചൊരു ക്വസ്റ്റ്യൻ ആണത്. ഒരു പറയുന്നത് ഒരു 2 ഡിജിറ്റ് നമ്പർ ഉണ്ട്. ആ നമ്പർ എന്താണെന്ന് എനിക്ക് അറിയില്ല. സോ ഞാൻ അസ്യൂം ചെയ്യുവാണ് എന്റെ നമ്പർ 10x plus y ആണ്. ഓക്കെ, ഇനി എന്താ അവർ പറയുന്നത്? There is a number consisting of 2 digits. The digit in the units place is twice that in the tens place. അതായത് യൂണിറ്റ് പ്ലേസിൽ കിടക്കുന്ന ഡിജിറ്റ് എന്ന് പറയുന്നത്, അതായത് y എന്ന് പറയുന്നത് ടെൻസിന്റെ പ്ലേസിൽ കിടക്കുന്ന ഡിജിറ്റിന്റെ ഇരട്ടിയാണ്. 2x ആണ് y എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് yക്ക് പകരം 2x വെച്ച് 2x എന്ന് എഴുതാം. അപ്പൊ എന്റെ നമ്പർ എന്തായി? 10x plus 2x, that is 12x. ഇതാണ് എന്റെ നമ്പർ. ഇനി എന്താ പറയുന്നത്? And if 2 is subtracted from the sum of the digit, the difference is equal to 1/6 of the number. Sum of the digit എന്താണ്? 2x plus x, 3x ആണ് sum of the digit എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒറിജിനൽ നമ്പറിന്റെ 1/6 ആണ് എന്നാണ് പറയുന്നത്. അതായത് 12x/6 ഇതാണ് അവർ പറയുന്ന കണ്ടീഷൻ. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടി. 6 3 18x minus 12 is equal to 12x. ഓക്കെ, അപ്പം rx is equal to 12. എക്സിന്റെ വാല്യൂ ഇതിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടി. 12 into 2 24 ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് യൂണിറ്റ് ഡിജിറ്റിനെ ബേസ് ചെയ്ത് ചോദിച്ചതാണ്. നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.